എച്ച് സലാം MLA ഉന്നം വെച്ച് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ CPMുകാർ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. എടാ പട്ടിനായ തന്തയില്ലാത്തവനെ അങ്ങനെ അച്ഛനെ വരെ പറയും. മൊട്ടത്തലയ അപ്പോൾ ആൾക്കാർ ഏതെങ്കിലും തലയിൽ ഒട്ടിച്ച് വെച്ച് നടക്കാൻ പറ്റുമോ? ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ജനപ്രതിനിധികളുണ്ട്. അമ്പലപ്പുഴയിലെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുണ്ട്. അയാളൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് വന്ന് എന്നെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എച്ച് സലാം MLA ആണ് ജി സുധാകരൻ ഉന്നം വയ്ക്കുന്നത്, അല്ലേ സുധീഷ്? രാഹി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. ജി സുധാകരൻ ഒരിടത്തും എച്ച് സലാമിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിൽ ഇതിന് ആസൂത്രണം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജി സുധാകരൻ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ഇത്തരത്തിൽ ഒരു സംഘത്തെയും കൂടെ നിർത്തിയിട്ടില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതിൽ ഏറ്റവും കൃത്യമായി പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗം ഓമനക്കുട്ടൻ അടക്കം ഉള്ളവർ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നുണ്ട്. അതിൽ ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി ഉണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗമായ മിഥുനുണ്ട്, അതോടൊപ്പം തന്നെ DYFIയുടെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ജെയിംസ് സാമുവൽ ഉണ്ട്, SFIയുടെ ജില്ലാ നേതാവുണ്ട്. ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ JSSൽ പോയിട്ട് മടങ്ങി ഇപ്പോൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലെത്തിയിട്ടുള്ള KK ഷാജു, മുൻ MLA കൂടിയാണ്, KK ഷാജു അടക്കമുള്ളവർ തന്നെ അധിക്ഷേപിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരക്കാരെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന ആവശ്യം തന്നെയാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. പാർട്ടിയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നത് എടുത്തു പറയുന്നു. തന്തയ്ക്ക് വരെ പറയുന്ന അവസ്ഥ ഉണ്ടായി എന്നതാണ് ജി സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു രക്തസാക്ഷി കുടുംബമാണ് തൻ്റേത്. ആ രക്തസാക്ഷിയെപ്പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജി സുധാകരൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും എടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഇതിലെല്ലാം ചെയ്യുമ്പോൾ ഈ ഒരു രക്തസാക്ഷിയുടെ പേരിലാണ് ജി സുധാകരൻ നേതാവായതെന്ന് പറയുന്നു. എന്നാൽ 1970 SFIയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ കൂടിയാണ് ജി സുധാകരൻ. ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരാൾ, ഏറ്റവും മുതിർന്ന പാർട്ടി അംഗങ്ങളെ നോക്കിയാൽ ഇപ്പോൾ അതിൽ ആദ്യത്തെ 5 പേരിൽ ജി സുധാകരൻ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും മുതിർന്ന നേതാവിനെ അധിക്ഷേപിക്കുമ്പോഴും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമോ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ അതിനെ തടയിടാനോ അതിനെ താക്കീത് ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ വിഷമകരമായി ജി സുധാകരൻ സൂചിപ്പിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇന്നവരെയാണ്, ആ വ്യക്തികളുടെ പേര് പറഞ്ഞ് ഒരിടത്തും തെറ്റുകൾ പറയാറില്ല, ചില സംഭവങ്ങളാണ് പറയാറുള്ളത്. ഇപ്പോൾ ഒരാൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ പോലും അത് തന്നെയാണ് എന്ന് ധരിച്ചുകൊണ്ട് തനിക്കെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് ജി സുധാകരൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ പറയുന്നതാണ് ദേവസ്വം ബോർഡിലെ 4 അംഗങ്ങളുടെ കാലാവധി 4 വർഷത്തിൽ നിന്ന് 2 വർഷമായി ചുരുക്കിയിരുന്നു. അത് വീണ്ടും 3 വർഷമാക്കി ഇപ്പോൾ 4 വർഷമാക്കാൻ ആലോചിക്കുന്നു. ഇത്രയേറെ അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ ഈ ഒരു അഴിമതിയുടെ ചെയ്യാനുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരമൊരു മാറ്റം എന്തിന് എന്നതാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. അത് അത്തരമൊരു തീരുമാനം ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എടുക്കുമ്പോൾ അത് പാർട്ടി തലത്തിലും മുന്നണിയിലും എല്ലാം ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ്. അത് മാറ്റേണ്ട സാഹചര്യം എന്ത് എന്നതുകൂടി പറയണം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ജി സുധാകരൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണം അത് അടിസ്ഥാനരഹിതമാണ്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവർ തന്നെ എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് വിടാൻ ശ്രമിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ്, അടവ് നയത്തിൻ്റെ ഭാഗമാണ് ഇതെന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. തന്നെ ഉന്മൂലനം ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. തന്നെ കായികമായി കൊലപ്പെടുത്തിയാൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് മാത്രമാണ് ഇത്തരക്കാർ കൊല്ലാത്തത് എന്നതാണ് സലാം MLA അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.